ഹലോ ഗായ്സ്, അപ്പോൾ ന്യൂജൻ ഗെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ കവർ ഫയർ എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ഗൈസ്, ഒരു ഷൂട്ടിംഗ് ഗെയിമാണ്, ഓഫ്ലൈനാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിച്ചേക്ക്. അപ്പോൾ നേരെ ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ ഗെയിം തുറക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. അടിയിൽ കാണുന്ന ബോക്സ് കണ്ടോ, അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഞാൻ കാണിച്ചൊന്നുമില്ലേ, അതുപോലെ ചെയ്താൽ കിട്ടും. അപ്പോൾ പരസ്യം എടുത്താൽ പൈസയൊക്കെ കിട്ടും. നമുക്ക് റിയൽ മണി കൊടുത്തിട്ട് വേണമെങ്കിൽ ക്യാഷൊക്കെ വാങ്ങാവുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ എബിലിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള ഓരോ ഇതാണ്. ലെവലപ്പ് ചെയ്യണം, അതിന് പൈസ വേണം. ഇത് നമ്മൾ ചെയ്ത ടാസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിവാർഡാണ്. അത് പൈസയായി കിട്ടും. നമുക്ക് പൈസയായി കിട്ടും. ചിലപ്പോൾ നമുക്ക് ഗോൾഡായിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊരു ടാസ്ക് എടുത്തൊരു ഹെലികോപ്റ്ററിൻ്റെ, ഇത് അത്യാവശ്യം നല്ല പാടാണ്. ഇതിന് 550 എബിലിറ്റി വേണം. നമ്മുടെ കയ്യിൽ 545 ഇത്രയേ ഉള്ളൂ. ഇതിനൊരു ഹെലികോപ്റ്റർ നമ്മളിങ്ങനെ പോവും, കണ്ട അങ്ങനെ നമ്മൾ പോവും. നമ്മൾ മിസൈൽ വെച്ചിട്ട് ഇങ്ങനെ അവരെ വെടിവെക്കുക, ഒരു ജീപ്പിൽ പോകുന്നവരെ. നമുക്ക് നല്ല പെട്ടെന്ന് ഹാർട്ട് കുറയും കേട്ടോ. നമ്മൾ ഹെലികോപ്റ്ററിന് കറക്റ്റ് ഇവിടെ നിൽക്കുന്നതാണ്, നമുക്ക് താങ്ങായിട്ടൊന്നുമില്ല. ഇത് ഇങ്ങനെ വെടിവെക്കുമ്പോൾ ബാക്കിലാണ് പോവുക. നമ്മൾ കറക്റ്റ് അവരുടെ അടുത്ത് കൊള്ളിക്കണം. അപ്പോൾ അവരെക്കാട്ടും കുറച്ച് ഫ്രണ്ടിൽ വെടിച്ചാൽ മതി. ഇപ്പോൾ ഗൈസ്, ഒരു വണ്ടി നമ്മൾ തകർത്തിട്ടുണ്ട്. അത് പോയാൽ ഗൈസ്, ഒറ്റ ഷൂട്ടിന് അതും നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് 2 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തോ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ 2 ബോക്സ് നമുക്ക് ഓർക്കാം. അപ്പോൾ ഗൈസ്, 3 ദിവസം ഓർക്കാം കേട്ടോ ഗൈസ്. 1 ടാസ്കിൻ്റെയും 2 പൈസയും. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു നമ്മൾ. അപ്പം നമുക്ക് അടുത്ത ടാസ്ക് എന്താണെന്ന് നോക്കി വെക്കാൻ വെറുതെ. അടുത്തത് 550 അല്ലേ, 550 തന്നെ വേറെ ഒരു ഇതാണ്. അതിന് ലെവലപ്പ് ചെയ്യണം. കണ്ട ഗൈസ്, 545-ൻ്റെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അത് നല്ല അത്യാവശ്യം പാടാണ്, ലെവലപ്പ് ചെയ്യണമെന്നാണ് പറയണത് ഗൈസ്. നമ്മളോട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റ് നല്ല കട്ടിയുള്ളതായാലല്ലേ നമുക്ക് വെടി ഒത്തിരി കൊള്ളാണ്ടിരിക്കുള്ളൂ. അതിനുള്ള അപ്ഡേഷൻ ചെയ്യാൻ പറഞ്ഞു. അതിന് പൈസ ഇല്ല നമ്മുടെ കയ്യിൽ. അതിന് 15,000 വേണം. നമ്മുടെ കയ്യിൽ 9,000 ഉള്ളൂ. നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിച്ചു തരാൻ. കണ്ട ആ മിസൈലുള്ളതും തോക്കും പിന്നെ ഗേളും, അതിൻ്റെ ഓരോ ഇത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആ പെണ്ണെന്ന് പറഞ്ഞാൽ മെയിൻ സ്നൈപ്പർ ഹെഡ് ഷൂട്ട് ആണ്. അങ്ങനെ ഓരോന്നൊക്കെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ ഓരോ ഇത് പൈസയൊക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടി ഒരു സാധനം, ഒരു വേറെ കോയിൻ കൊടുത്താൽ വാങ്ങാൻ പറ്റും. നമ്മുടെ കയ്യിലൊരു 0 അതിൻ്റെ ബ്ലൂ നമ്മുടെ കയ്യിൽ 50 ഉണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്, അയാൾ അറിയാണ്ട് ഒരു വെടി വെച്ച് പോയി ഗൈസ്. അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു അയാൾ വന്നത്. അപ്പോൾ ഈ സോംബീസ് പോകുന്നുണ്ട്. ആ പെണ്ണിനെ ഹെൽപ്പ് ചെയ്യാനെന്ന് തോന്നുന്നു. എല്ലാവരും പേടിച്ചോടി പോയിട്ടുണ്ട്. അത് അപ്പോൾ സോംബീസ് ഓടി, ഇതെന്ത് സ്പീഡാണ് ഗൈസ് സോംബീസിന്. ലോഡിങ് ടൈം നല്ല കുറവാട്ടോ ഗൈസ്. നമ്മളുടെ അടുത്തെത്തും പറഞ്ഞാൽ സോംബീസ് ഓടി വരിക. പിന്നെ ഇതിന് ലോഡിങ് ടൈം നോക്കിയാൽ ലോഡ് ചെയ്തിട്ട് അവിടെ ഇരിക്കുക കുറച്ച് നേരം, എന്നിട്ട് എണീക്കണം നോക്കിയോട്ടോ. നല്ല പാടുണ്ട് കേട്ടോ. കണ്ട ഗൈസ്, ലോഡ് ചെയ്തു അവിടെ 2 മിനിറ്റ് ഇരുന്നു, എന്നിട്ട് എണീറ്റായി ഗൈസ്. അപ്പോൾ നല്ല പാടുണ്ട് ഗൈസ്. ഇത് അവരിങ്ങനെ അനങ്ങി വരുമ്പോൾ ഇല്ലേ, നമുക്ക് ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ വേറെ സ്ഥലത്തൊക്കെയാണ് കൊള്ളണേ. അപ്പോൾ ഗൈസ്, അവരെ കൊന്നിട്ടായിരുന്നു നമ്മൾ സോംബീനെ തീർത്തത്. അപ്പോൾ ഗൈസ്, അത് കളിക്കാം ഒന്നുകൂടി, കാരണം നമ്മൾ തോറ്റുപോയില്ലേ. അവരെ തോൽപ്പിച്ച് കഴിഞ്ഞാണ് നമ്മൾ. ഇയാളിങ്ങനെ വരുന്ന കാണുമ്പോൾ സോംബി തന്നെ പോലെ തോന്നും. അതാണ് നമ്മൾ വെടി വെക്കണേ പെട്ടെന്ന് അറിയാണ്ട്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നല്ല ഇതാക്കിയിട്ടൊരു അയാൾ ഒരു സൈഡിലേക്ക് ആകുമ്പോൾ അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ മറ്റേ സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ വെടി വെക്കണേ.
ഇത് പിന്നെ ഇവരുടെ തോക്കൊന്നും ഇല്ലാത്തതാണ് നമുക്ക് അത്ര ഇതില്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. ഇനി അവിടുത്തെ ആൾക്കാരാണ്, അവിടുന്ന് ആൾക്കാർ വന്നേയുള്ളൂ. ഇവർ എവിടെ നിന്നാണോ വന്നേ? എൻ്റെ അടിയിൽ നിന്ന് എന്തോ ഓട്ടയിൽ നിന്ന് എന്തൊക്കെയോ വന്നേന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അത് ഒരു ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് കംപ്ലീറ്റ് ആകാൻ നമുക്ക് 3 സ്റ്റാർ കിട്ടി. അപ്പോൾ നമുക്ക് 3 ബോക്സ് തുറക്കാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ കിരീടം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, 75 ഗൈസ്. അപ്പോൾ നമ്മൾ വേറെ ഒരു ടാസ്ക് ചെയ്യാൻ വിചാരിച്ചു, നമ്മൾ കളിക്കുകയാണ്. അപ്പോൾ ഇത് സ്നൈപ്പർ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പൊട്ടത്തരത്തിന് വേണ്ടി രക്ഷിക്കുന്ന ആളെ പിടിച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആക്കിയിട്ടുണ്ട് ഒന്നുകൂടി. ഈ അപ്പോൾ നമ്മൾ അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഒരാൾ അവിടെ നിൽക്കുമായിരുന്നു, അത് കാരണം കണ്ടില്ല. അയാളെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. സ്നൈപ്പറും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ നല്ല പാടാട്ടോ. ആദ്യം അവരുടെ അടുത്തേക്ക് വെറുതെ വെച്ചിട്ട് ഷൂട്ട് ചെയ്താവില്ല. വെറുതെ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ തലയിലുണ്ട് ഒരു റെഡ് സാധനം വന്നിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ, എന്നാലേ കറക്റ്റായി കൊള്ളുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ ബുള്ളറ്റ് അയാളുടെ തലയ്ക്കാവട്ടെ. പൈസ അയാൾ മരിച്ചിട്ടുണ്ട്. അതും നമ്മൾ 3 സ്റ്റാറായി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 3 ബോസ് തുറക്കാം. 3 തുറന്നിട്ടുണ്ട് നമ്മളപ്പോൾ. അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ അടുത്ത ടാസ്കിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ മറ്റേ സാധനമില്ലേ, സ്നൈപ്പർ അല്ലാണ്ട് മറ്റേത്, അത് വെച്ചിട്ട് സോംബീസിനെ കൊല്ലാണ്. ഇത് തന്നെ ആരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ. അത് കാരണം നമ്മൾ വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് നിന്നാൽ മതിയല്ലോ. മറ്റേതാണെങ്കിൽ മറ്റവരെ നോക്കണം, പെട്ടെന്ന് 2 ആൾക്കാർ ഇപ്പുറത്തെ സൈഡിലുണ്ടെങ്കിൽ അവരെ നോക്കണം. ഈ സോംബീസ് നല്ല സ്പീഡിലാട്ടോ, നേരത്തെക്കാട്ടും സ്പീഡിലാണ് വന്നെ. എനിക്ക് ഈ ലോഡിങ് ടൈമാണ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരു ലോഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കണ്ട 3 പേര് ഒറ്റ എടുത്തെത്തി. നമ്മുടെ ഈ ലൈഫ് കുറവാണ്. ഒരു അടിയിൽ നല്ല പെയിൻ കയറുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചത്തുപോയി. കുഴപ്പമില്ല, നമുക്ക് കളിക്കാം. അവരെ നമ്മൾ കൊന്നിരിക്കും ഗൈസ്. അപ്പോൾ കളിക്കാൻ പറ്റുന്നില്ല. 10 കോയിൻസ് കൊടുക്കണം, ടിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ടിക്കറ്റ് 0 ആണ്, അല്ലെങ്കിൽ 10 കോയിൻസ് വേണമെന്നാണ് പറയണേ. അപ്പോൾ അത് 1 ഡേക്കേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അടുത്തതിൽ അത് തീർക്കുന്ന അടുത്ത കളിയിൽ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് 10 കോയിൻസ് വരുവാണെങ്കിൽ നമ്മളത് അൺലോക്ക് ആക്കിയിട്ട് വീണ്ടും കളിച്ചാൽ അത് തീർക്കുന്നതാവും ഗൈസ്. അപ്പോൾ നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. എൻ്റെ 14,000 രൂപയ്ക്കുണ്ട്, 15,000 വേണമെന്ന്. അപ്പോൾ ഗൈസ് നേരത്തെ കളിയിൽ ആ എബിലിറ്റി ഇല്ല, അതും ഞാൻ നോക്കുകയാണ് ഗൈസ്. ഞാൻ ഒന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം. അപ്പോൾ ഗൈസ് 15,000 വേണം. നമുക്കൊരു റിവാർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 2 റിവാർഡ് ഉണ്ടാകും, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എബിലിറ്റി, നമുക്കൊരു ഇതെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളിച്ച് നോക്കാം. എൻ്റെ കൈ തട്ടിയതാണത്.
ബാക്ക് അടിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊന്ന് കളിച്ച് നോക്കാം. ആൾക്കാരെ മാറ്റണ്ടല്ലോ, ഇയാളെ തന്നെ പോരെ. ആ പെണ്ണിനെടുക്കായിരുന്നു, അത് തന്നെ മതി. ഇപ്പോൾ നമ്മൾ വേറെ എവിടെന്നെങ്കിൽ പൈസ ഇട്ടുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ടില്ല കേസ്, അത് സമയം കഴിയണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഗോൾഡ് ടിക്കറ്റോ കൊടുക്കണം. നമ്മുടെ കയ്യിൽ 150 കിരീടമുണ്ട്, അതുകൊണ്ട് ആവശ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ. അത് മറ്റേ സൈഡിൽ എന്തോ എവിടെ കൊടുക്കണമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടാകും. നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ. നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബോക്സ് തുറക്കാൻ വേണ്ടിയുള്ള ഡയമണ്ട് ഒന്നുമില്ല, നല്ല ഗോൾഡൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ബോക്സ് തുറക്കണമെങ്കിൽ എത്രയാണ്, 19-20 ഡയമണ്ട് വേണം. നമ്മുടെ കയ്യിലാകെ 8 ഡയമണ്ട് ഉള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്നുകൂടി എടുത്തു. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വട്ടം ഗൈസ് സക്സസ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഗൈസ് കളിക്കാം. ഒരു ട്രെയിനിലാണ് നമ്മളുള്ളത്. അപ്പോൾ 2 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ വെടിവെക്കുകയാണ്. ആദ്യം പൊക്കത്തുള്ളവരെ വെടിവെക്കണമായിരുന്നു. ഞാൻ കുറേ ദിവസമായി ഇത് കളിച്ചിട്ട്, അത് കാരണമാണ് ആദ്യത്തെ വെടി ഞാൻ ക്ലിക്ക് ചെയ്ത് പിടിക്കണമായിരുന്നു. ഞാൻ ടാപ്പ് ചെയ്താണ് ആദ്യം ഞെക്കിയത്, പിന്നെ മനസ്സിലായി ക്ലിക്ക് ചെയ്യണമെന്ന്. അത് കാരണം അയാളുടെ നല്ല വെടി കിട്ടിയിട്ട് എൻ്റെ പവർ കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. ഞാൻ നിൽക്കുന്നതിൻ്റെ സൈഡിൽ കണ്ട ഒരു ബ്ലൂ വേയിൽ ഇങ്ങനെ ലെവൽ കുറഞ്ഞു വന്നെ. എന്നിട്ടിപ്പോൾ റെഡ് അലേർട്ട് കാണിച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നിൽക്കുന്നിടത്ത് തീരെ സേഫ്റ്റി ഇല്ലെന്ന്. എൻ്റെ ലൈഫ് കുറഞ്ഞു. ഞാൻ ഇനി ആകെ 5-6 വെടിക്ക് ചാവാനുള്ളേ ഉള്ളൂ. ഒരു വെടി മതി ഇനി ചാവാൻ. ഞാൻ ഇപ്പോൾ ചത്തു. നമുക്കപ്പോൾ കളിക്കാം. ഈ വട്ടം നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കും ഗൈസ് എല്ലാത്തിൻ്റെയും. ഗൈസ് നമ്മൾ പെട്ടെന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് കളി എടുത്തു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ ഹെഡ് ഷോട്ട് അടിച്ചു. എണീറ്റ് നിൽക്കുന്നതിന് മുമ്പ് നമുക്ക് അടിച്ച് അങ്ങോട്ട് വീഴത്തെ എല്ലാത്തിനെയും. നമ്മൾ ആകെ ഒരു ഹെഡ് ഷോട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് കംപ്ലീറ്റ് ആക്കി 2 സ്റ്റാർ കിട്ടി. ഒരെണ്ണം എന്തോ കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നു, ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പോൾ 2 ബോക്സ് തുറക്കാം. അയ്യോ വീണ്ടും ലെവലപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിന് പൈസ വേണം ഗൈസ്, അതാണ് ഞാൻ അയ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് എടുക്കാം. സ്റ്റാർട്ട് എടുത്തു. അപ്പോൾ ഗൈസ് കളിക്കാം ഗൈസ്. അങ്ങനെ ഞാൻ നിൽക്കുന്ന അടിയിൽ ബ്ലൂ കളറിൽ, അതാണ് ഞാൻ പറഞ്ഞത്. അത് കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കവറിങ് ഇപ്പോൾ കുറയും. ഒരു ഷീൽഡ് പോലെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു എബിലിറ്റി കാണിക്കുന്നതാണത്. ഹെഡ് അടിച്ചാൽ പെട്ടെന്ന് ചാവും, പക്ഷേ ഹെഡ് ഇങ്ങനെ സൂം ചെയ്ത് വരുമ്പോൾ കുറേ വൈകും. പിന്നെ മെയിനായിട്ട് പെട്ടെന്ന് ചാവുന്ന സ്ഥലം നമ്മുടെ വയറാണ്. ബോയ്സ് നമ്മൾ വെടിവെക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് മിണ്ടാണ്ടിരിക്കുന്ന പറഞ്ഞാൽ കളിക്കുന്ന കാരണമില്ലേ, അതിലേക്ക് ശ്രദ്ധിക്കുന്ന കാരണം മിണ്ടാണ്ടിരിക്കുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ലൈഫ് നല്ല കുറവാണ്. ചാവുമെന്നൊരു സംശയം. അയാളും ചത്തു, നമ്മൾ ഒരുമിച്ച് ചത്ത കാരണം നമുക്ക് കിട്ടി. ആദ്യം അയാൾ ചത്ത കാരണമാണ് നമുക്ക് കിട്ടിയത്. മറ്റേ കളിയിൽ ആദ്യം അവൾ ചത്തിട്ടായിരുന്നു സോംബി ചത്തത്, അത് കാരണമാണ് കിട്ടാത്തത്. അപ്പോൾ 2 കാർഡ് ഇത് ഓപ്പൺ ആക്കാം. നമ്മൾ ഏത് ഓപ്പൺ ആക്കണമെന്ന് വിചാരിച്ചു 2 സൈഡിൽ ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചു.
എന്നിട്ട് ഞാൻ വിചാരിച്ചു ഡയമണ്ട് കൊടുത്തിട്ട് ഈ 3 നോക്കിയാലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ അത് നോക്കിയിട്ട് ആ ഡയമണ്ട് കൂട്ടി വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്പൺ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കാൻ പോവാണ്. കുറച്ച് ഡിലേ ആയിട്ട് നിൽക്കണേ, അതോ കൊടുക്കണോ? വേണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. നമ്മൾ അടുത്ത കളിയിലേക്ക് കയറിയിട്ടുണ്ട്. ആ ഗ്രീൻ കളറിൽ കാണിച്ചത് നമ്മൾ തന്നെയാണ്. നമ്മുടെ നമ്മൾ നേരത്തെ കളിച്ച കളിയില്ലേ, അത് അവർ ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുന്നതാണ്. നമ്മൾ ഇത് വേറെ ആൾ ബാക്കിൽ ഇരുന്ന് വെടിവെക്കുന്നത്. ഞാൻ പറഞ്ഞില്ല പെണ്ണ് സ്നൈപ്പറിൻ്റെ ആളാണ്. നമ്മൾ ബാക്കിൽ നിന്ന് വെടിവെച്ച് അവനെ സഹായിക്കണം, അതുപോലെ ഒരിത്. പക്ഷെ നമ്മൾ നേരത്തെ കളിച്ചപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ വെടിവെച്ച് തരാനൊന്നും. അപ്പോൾ ഞാൻ അറിയാണ്ട് ആ ചുമരുമയ്ക്ക് വെടിവെച്ച് എന്താണെന്നറിയാം, വെട്ടടിയെന്ന് പറഞ്ഞാൽ ആൾക്കാർ നിന്ന് കാണില്ല പെട്ടെന്ന്. അപ്പോൾ ആ ലാസ്റ്റത്തെ വെടി അയാൾക്ക് ഉള്ളതാണ്. അപ്പോൾ അയാൾ ചത്തിട്ടുണ്ട്. ഇത് വെടി വെക്കുമ്പോൾ ട്രെയിൻ ഇങ്ങനെ തിരിയുന്ന കാരണേ വെടി വെക്കാൻ അത്യാവശ്യം നല്ല പാടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബോക്സ് തുറക്കാൻ പറ്റുള്ളൂ. അത് തുറന്നു കണ്ടിന്യൂ കൊടുത്തു. അത് ലെവൽ ചെയ്യാനുള്ളായിരുന്നു. അടുത്ത ഗെയിം നമ്മൾ കളിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ലെവൽ ഇതെടുത്തു. ഗൈസ് ഇയാളെന്താ ഗൈസ് ഒരു വെടിക്ക് ആ ട്രെയിനിൻ്റെ സൈഡിലത് മൊത്തം പോയി ഗൈസ്. മിഷൻ ഗണ്ണാണ്, റോബോട്ടാട്ടോ ഗൈസ്. അത് നമ്മൾ കുറേ നേരം വെടിവെക്കണം. അപ്പോൾ ഗൈസ് ആദ്യം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കവർ മൊത്തം പോയി. ഒരു ഹെഡ് ഷോട്ട് അടിച്ചു. അവർ രണ്ടുപേരും കൊന്നിട്ടാലേ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടുപേരും ഹെഡ് അടിച്ചിട്ടോ ഗൈസ്. 2 മിനിറ്റ് റോബോട്ട് വെടിവെക്കും, പിന്നെ വെടിവെക്കാണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഒരു വെടിക്ക് ചാവാനുള്ളൂ. ചത്തു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ഹോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അയാളെ കൊല്ലാൻ അത്യാവശ്യം നല്ല പാടുണ്ട്. അടുത്ത വീഡിയോയിൽ അയാളെ നമ്മൾ കൊല്ലുന്നതാവും. അപ്പോൾ റിവാർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരു റിവാർഡ് കിട്ടി. നമുക്കിനി വല്ല അപ്ഡേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ 10,000 വേണം. നമ്മുടെ കയ്യിൽ 3,000 ഉള്ളൂ. 3,700 അല്ലേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബൈ ബൈ ഗൈസ്.